നമസ്തേ. നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എല്ലാവരും മിക്ക ആളുകളുടെയും പ്രശ്നമാണ് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഏതൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് മാനസിക തലത്തിൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്നുള്ളത്. അതായത് ടെൻഷനും അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങും മൂലം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയ്ക്ക് എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു അവസ്ഥയെ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളതിന് വേണ്ടി എന്താണോ ചെയ്യുന്നത് ആ കാര്യം നിരന്തരമായി പരിശീലിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാണായാമം ദിവസേന ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ മാറും, നല്ലൊരു മാനസികാവസ്ഥ സന്തോഷം കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് അറിഞ്ഞതുകൊണ്ടോ എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചതുകൊണ്ടോ മാത്രം കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നത് എങ്ങനെയാണ്? ദിവസേനയുള്ള പ്രാക്ടീസിലൂടെയാണ് നമുക്കതിൻ്റെ ഗുണം ലഭിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥയിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പ്രാണായാമങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു വീഡിയോ ഒരു ബിഗിനറിന് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. പക്ഷേ നിർബന്ധമായിട്ടും പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും മഹത്വമായിട്ടുള്ളതും അത്രയും വാല്യൂ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ നിസ്സാരമായി വിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗുണത്തിന് പകരം ദോഷമായിട്ടത് ഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഗുണത്തിൻ്റെ അളവ് കുറയുന്നതുമാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യം തന്നെയാണിത്. നമ്മൾ യോഗയിലേക്ക് വരുന്ന സമയത്ത് ഒരു കാര്യവും നിസ്സാരമല്ല. ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ എല്ലാത്തിനും വളരെയേറെ പ്രധാനപ്പെട്ട വാല്യൂ ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തെറ്റ് വരുത്താതെ ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. തെറ്റ് വരുത്തുമ്പോൾ നമുക്കത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പ്രതികൂലമായി ബാധിക്കുന്നു. രോഗാവസ്ഥയിലേക്കും മറ്റുള്ള വേദനകളിലേക്കും മാനസിക സംഘർഷത്തിലേക്കും വരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശരിയായ രീതി തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി പറ്റുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കാര്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ വീണ്ടും വീണ്ടും ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും പഠിച്ച് വീണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്മെൻ്റ് ആകും. അപ്പോൾ നമുക്കൊരു വാമപ്പിന് ശേഷം ഫസ്റ്റ് ഒരു വാമപ്പിന് ശേഷം യോഗ സാധന ആസനാസ് അല്ലെങ്കിൽ ചെറിയൊരു പ്രാക്ടീസൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ എനർജീസും ബോഡി ടെമ്പറേച്ചറൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കിയതിന് ശേഷം പ്രാണായാമത്തിലേക്ക് കിടക്കുന്നത് കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പാണ് ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ്റെ ഒരു തലം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൃത്തിയുള്ളൊരു അന്തരീക്ഷം, അതായത് നമ്മുടെ വസ്ത്രം, വ്യക്തിശുചിത്വം, അതേപോലെ തന്നെ ഇരിക്കുന്ന സ്ഥലം കുറച്ച് നീറ്റായിട്ടുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. കഴിയുകയാണെങ്കിൽ എന്നും ഒരേ സ്ഥലം തിരഞ്ഞെടുക്കുക. അതേപോലെ ഒഴിഞ്ഞ വയറ്, ഭക്ഷണത്തിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ പരിശീലിക്കുക. അതും നമ്മുടെ മനസ്സ് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരവസ്ഥയിൽ, ടെൻഷൻ അല്ലെങ്കിൽ ഓവർ തിങ്ക് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ചെയ്യാതിരിക്കുക. മനസ്സിനെ ഒന്ന് കാമാക്കിയതിന് ശേഷം നമ്മൾ ആ പ്രാക്ടീസിലേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വൈകുന്നേരമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പുറത്തു നിന്നൊക്കെ വന്നതിന് ശേഷമായിരിക്കും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ വന്നിരുന്ന പാട് ചെയ്യാതെ വന്നിരുന്ന് 1-2 മിനിറ്റ് ഒന്ന് ദീർഘശ്വാസം എടുത്ത് പുറത്ത് വിട്ട് മനസ്സിനെ ഒന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം നമ്മൾ പ്രാണായാമത്തിലേക്ക് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ. പ്രാണായാമം പോലുള്ള നമ്മുടെ ഊർജ്ജത്തിന്, എനർജി, പ്രാണനെ ഉയർത്തുന്ന തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാലയളവിലെങ്കിലും നോൺ വെജ് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, പ്രാണിക്കോർജ്ജമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അധികം വേവിക്കാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അങ്ങനെയുള്ള പുതിയതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു യോഗിക് രീതിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക ഊർജ്ജം വർദ്ധിക്കും. അതിൻ്റെ ഫലമായിട്ട് ദിവസം മുഴുവൻ നമുക്ക് എനർജറ്റിക്കായി ഇരിക്കാൻ സാധിക്കും, പ്രൊഡക്ടിവിറ്റി കൂടും, ഫോക്കസിങ് കൂടും, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നമുക്കൊരു ഉറക്കം ലഭിക്കും, മനസ്സ് സദാസമയം ശാന്തമായിരിക്കും, സന്തോഷം എന്ന വികാരം അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുന്ന ഹോർമോണുകൾ അതിൻ്റെ തലം മാറും, നമ്മുടെ ഫാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റ് റെഡ്യൂസ് ആവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ജസ്റ്റ് നമ്മളൊന്ന് പഠിച്ചത് കൊണ്ടോ എന്തെങ്കിലും ഒരിക്കൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ അല്ല കാര്യം. നിരന്തരം പ്രാക്ടീസും അതുമായി ബന്ധപ്പെട്ട രീതികളെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് ഈ ഒരു വലിയ മാറ്റം നമ്മളിലേക്ക് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മനസ്സൊന്ന് ശാന്തമാക്കി വെക്കാം. നിവർന്നിരുന്നു കൊണ്ട് ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പതുക്കെ പുറത്തേക്ക് വിടാം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കാം. കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കിലൊരു ബുദ്ധിമുട്ട്, മസിൽസിന് കടച്ചിലൊക്കെ തോന്നുന്ന ആളുകളാണെങ്കിൽ ഒരു പില്ലോയൊക്കെ ബട്ടക്സിനടിയിൽ വെച്ചുകൊണ്ട് നിവർന്നിരിക്കുക, ഫേസ് നേരെ വെക്കുക. മനസ്സും ശരീരവും ഏറ്റവും കംഫർട്ടായിരിക്കട്ടെ. വീണ്ടും ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പതുക്കെ
മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് മനസ്സും ശരീരവും ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിനെ പരമാവധി ശാന്തമാക്കി വെക്കാം. ശരീരം അയഞ്ഞിരിക്കട്ടെ. ചിന്തകളെല്ലാം മാറ്റിവെച്ച് ഒരു ബലപ്രയോഗവുമില്ലാതെ വളരെ ഫ്രീ ആയിട്ടിരിക്കാം. ആദ്യം ദീർഘമായിട്ട് 2-3 തവണ മാക്സിമം ശ്വാസമുള്ളിലേക്ക് എടുത്ത് അതിനെ പതുക്കെ പുറത്ത് വിടുക. ഒന്ന് സജ്ജമാകാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം. നമ്മൾ മുൻപുള്ള വീഡിയോയിൽ ചെയ്തു പോയിട്ടുണ്ട്. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രാണായാമമാണ്. നമ്മുടെ ഇടത് കൈ ചിന്മുദ്രയിൽ വെക്കാം. ഇൻഡെക്സും തമ്പും ജസ്റ്റ് ടച്ച് ചെയ്യുന്ന ഒരു രീതി. നമ്മുടെ കാലിന് മേലെ ലെഫ്റ്റ് ഹാൻഡ് വെക്കുന്നു. റൈറ്റ് ഹാൻഡ് നാസിക മുദ്ര, ചൂണ്ടുവിരലും നടുവിരലും ഉള്ളിലേക്ക് ചുരുട്ടി നമ്മുടെ തമ്പ് റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് ഉപയോഗിച്ച് നോസിൻ്റെ റൈറ്റ് സൈഡ് ക്ലോസ് ചെയ്ത് പിടിക്കുന്നു. ലെഫ്റ്റിലൂടെ ദീർഘമായിട്ട് ഇൻഹേൽ ശ്വാസമുള്ളിലേക്ക് എടുത്തു. രണ്ട് ഭാഗവും അടച്ചു വെച്ച് കുറച്ച് സെക്കൻഡ്സ് ബുദ്ധിമുട്ടില്ലാതെ ഹോൾഡ് ചെയ്യാം. ദെൻ റൈറ്റ് സൈഡ് ഓപ്പൺ ആക്കി അതിലൂടെ പുറത്തേക്ക് വിടാം. വീണ്ടും റൈറ്റിലൂടെ തന്നെ ഉള്ളിലേക്ക് എടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, ലെഫ്റ്റിലൂടെ പുറത്തേക്ക് വിടാം ദീർഘമായിട്ട്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഹോൾഡിങ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ബാക്കിയെല്ലാം ചെയ്യാം. റൈറ്റ് ക്ലോസ് ചെയ്തു, ലെഫ്റ്റിലൂടെ ഇൻഹേൽ ചെയ്തു, ദെൻ ലെഫ്റ്റ് അടച്ചു പിടിച്ചു, റൈറ്റ് ഓപ്പൺ ആക്കി അതിലൂടെ പുറത്ത് വിട്ടു. വീണ്ടും റൈറ്റിലൂടെ തന്നെ ഇൻഹേൽ ചെയ്തു, റൈറ്റ് അടച്ചു പിടിച്ചു, ലെഫ്റ്റിലൂടെ പുറത്ത് വിട്ടു. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഏത് ഭാഗത്തൂടെയാണോ ശ്വാസം പുറത്തേക്ക് വിടുന്നത് അതിലൂടെ തന്നെ ഉള്ളിലേക്ക് എടുക്കുന്നു, ആ സൈഡ് അടച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെ പുറത്ത് വിടുന്നു. അതിങ്ങനെ ഒരു സർക്കിളായിട്ട് ഇങ്ങനെ ചെയ്ത് വരിക, മാറി മാറി ചെയ്യുക. ലെഫ്റ്റിലൂടെ ഇൻഹേൽ ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഫ്റ്റിലൂടെ പോയി തിരിച്ച് വന്ന് എക്സേൽ ചെയ്യുമ്പോൾ ഒരു റൗണ്ടായി. വീണ്ടും ലെഫ്റ്റിലൂടെ തന്നെ ഇൻഹേൽ ചെയ്യുന്നു, അടച്ചു പിടിച്ചു, റൈറ്റിലൂടെ എക്സേൽ ചെയ്തു, അതിലൂടെ തന്നെ ഉള്ളിലേക്ക് എടുത്തു, ഓപ്പോസിറ്റിലൂടെ എക്സേൽ ചെയ്യുമ്പോൾ 2 റൗണ്ടായി. അങ്ങനെ ഏത് ഭാഗത്തൂടെയാണോ പുറത്ത് വിടുന്നത് അതിലൂടെ തന്നെ ഉള്ളിലേക്ക് എടുത്ത് ഓപ്പോസിറ്റ് സൈഡിലൂടെ പുറത്ത് വിടുന്ന രീതി. തുടക്കത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന കാലയളവിൽ ഈ ഹോൾഡിംഗ് ഒഴിവാക്കിയിട്ട് ഏറ്റവും കംഫർട്ടായിട്ട് പതുക്കെ ചെയ്യാം. അതായത് ശ്രദ്ധ ശ്വാസത്തിൽ നിന്നും മുറിഞ്ഞു പോകാത്തൊരവസ്ഥ. ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ശ്വാസത്തിലല്ലാതെ വേറെ എവിടെയും ശ്രദ്ധ പോകരുത്. മനസ്സിൽ നിന്ന് മാറുന്ന സമയം, അതായത് പ്രാക്ടീസിലൂടെ നമ്മൾ നിരന്തരം പ്രാക്ടീസിലൂടെ ശ്രദ്ധയെ ശ്വാസവുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധ മുറിഞ്ഞു പോകാത്തൊരവസ്ഥ നമുക്ക് വരും. അപ്പോൾ ഈ ശ്വാസം നമ്മുടെ കൺട്രോളിലാവും. ഒരു പൂ മണക്കുന്ന ലാഘവത്തോടെ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും. ഉള്ളിലേക്ക് എടുക്കുന്നു, എക്സേൽ, ഉള്ളിലേക്ക് എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയത്തോളം എടുത്ത് പുറത്തേക്ക് വിടാം. അങ്ങനെ നിങ്ങൾ ദിവസവും ഒരു 6 തവണ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ വീക്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ അതിൻ്റെ കൗണ്ട് കൂട്ടിക്കൊണ്ടുവരാം. 10 തവണയാക്കാം, 12 തവണയാക്കാം, അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്ന് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ തണുപ്പിക്കാൻ സാധിക്കുന്നൊരു കാര്യം. മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ബ്ലഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഓവറോൾ ബോഡിയിൽ എല്ലാ കാര്യങ്ങളെയും നമ്മുടെ മുഴുവൻ നാഡീവ്യൂഹത്തെയും തണുപ്പിക്കാൻ ഈക്വലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പ്രാണായാമമാണ് നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത്. മനസ്സ് ശാന്തമാവും, ദേഷ്യം പോലുള്ള വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് വൺ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഭ്രാമരി പ്രാണായാമമാണ്. നമ്മുടെ ഷൺമുഖി മുദ്രയിൽ ഫേസ് വെക്കുന്നു. അതും ഒരു സ്ട്രെച്ചിൽ ചെയ്യാം. നമ്മൾ പ്രാണായാമം ചെയ്ത സമയത്ത് പ്രാക്ടീസിലേക്ക് വരുമ്പോൾ കണ്ണടച്ച് തന്നെ ഇരിക്കാം ഫുൾ ടൈം. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കുന്ന രീതിയൊക്കെ ഒഴിവാക്കുക. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി ബ്രേക്ക് ആവാതെ ശ്രദ്ധിക്കാം. അപ്പോൾ കണ്ണടച്ചുകൊണ്ടിരുന്ന് തന്നെ ചെയ്യുക. നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ, പുറത്തേക്ക് വേറെ ശ്രദ്ധയൊന്നും പോകുന്നില്ല, വേറെ കാഴ്ചകളൊന്നും കാണണ്ട. അപ്പോൾ നമുക്ക് ഷൺമുഖി മുദ്ര നമ്മുടെ ചൂണ്ടുവിരൽ നെറ്റിയുടെ മേലെ, അടുത്ത വിരൽ കൺപോളയുടെ മേലെ, അടുത്ത വിരൽ മൂക്കിന് തൊട്ട് താഴെ, അതിനടുത്ത വിരൽ നമ്മുടെ താടിയിൽ, ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാം. തമ്പ് ചെവിയുടെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തും വെക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ഇതേ മുദ്ര തന്നെ ഈ രീതിയിലും വെക്കാം. 4 വിരൽ ചേർത്ത് പിടിച്ച് കണ്ണിന് മുകളിൽ വെച്ച് തമ്പ് ചെവിയുടെ നടുവിലും വെക്കുന്നു. അപ്പോൾ വിരലുകൾക്കൊന്നും പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല, ഏറ്റവും കംഫർട്ടായിട്ട് വെച്ചാൽ മതി. നമ്മളിതിൽ ഈ മുദ്രയിൽ ഇരുന്നു കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ഒരു വണ്ട് മൂളുന്നത് പോലെ ശ്വാസം പുറത്തേക്ക് വിടും. അപ്പോൾ ഒരേ പിച്ചിൽ മുറിഞ്ഞു പോവാത്ത ദീർഘമായ ശബ്ദം ഒരു കാണിക്കാം. കൈ ഇങ്ങനെ വെച്ചു, തമ്പ് ചെവിയുടെ ഈ ഒരു ഭാഗത്ത്, ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് വെക്കാം. ദെൻ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, പുറത്ത് വിട്ടു. ഇനി ചെയ്യാം നമുക്ക്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു,
മാക്സിമം ദീർഘമായിട്ട് ലയിച്ച് പോകുന്നത് പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ നാവിൻ്റെ ഭാഗം മേളിലുള്ള നമ്മുടെ മൗത്തിന് മുകൾ വശത്തേക്ക് ടച്ച് ചെയ്ത് വെക്കുക. അതേപോലെ നമ്മൾ ഈ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും അല്ലേ? നമ്മുടെ ബ്രെയിനിൽ നെറ്റിയുടെ ഭാഗം ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. അതിന് ശ്രദ്ധിക്കുക. നമ്മുടെ ആജ്ഞാചക്രം നെറ്റിയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ട് വളരെ ദീർഘമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. തുടക്കത്തിൽ ഒരു 6 തവണ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പിരിമുറുക്കം, വളരെയേറെ ബുദ്ധിമുട്ടി നിൽക്കുന്നൊരവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിലൊന്നും ചെയ്യാതിരിക്കുക. പതുക്കെ പതുക്കെ പ്രാക്ടീസ് തുടങ്ങുക. നമ്മൾ ഓരോ പ്രാണായാമം ചെയ്യുന്ന സമയത്തും നെഗറ്റീവായിട്ടാണ് നമുക്കൊരു ഫീൽ കിട്ടുന്നതെങ്കിൽ നമ്മളുടെ രീതികളുടെ മിസ്റ്റേക്ക് വരാം, മാനസികമോ ശാരീരികമായ അവസ്ഥകളിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ചെയ്യാം. അപ്പോൾ ഈ 2 പ്രാണായാമം നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ദേഷ്യത്തെ, അമിതമായിട്ടുള്ള ചിന്തകളെ നല്ല രീതിയിൽ തണുപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രാണായാമമാണ്. നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് ഈ പ്രാണായാമത്തിൻ്റെ വീഡിയോ മുൻപുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് നോക്കി പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ഈ 2 പ്രാണായാമം ചെയ്തിട്ട് ദീർഘമായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്തുകൊണ്ടൊന്ന് റിലാക്സ് ചെയ്യുക, കണ്ണ് തുറക്കാതെ. കുറച്ച് സമയം അങ്ങനെ ഇരിക്കുക, ഒരു 5 മിനിറ്റ്. അങ്ങനെ ഇരുന്നതിന് ശേഷം പതുക്കെ നമ്മുടെ 2 കൈയും നന്നായി ചൂടാക്കി കണ്ണുകളിലേക്ക് വെച്ച് പതുക്കെ കണ്ണ് തുറക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനറെ സംബന്ധിച്ചും കൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങളൊരു കാര്യത്തിനെ വിലയിരുത്തരുത്. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. ഇതിനേക്കാളും ഒരുപാട് അപ്പുറത്തേക്കാണ് ഈ കാര്യം എന്ന് പറയുമ്പോൾ, അതും പ്രത്യേകം എടുത്ത് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് ചെയ്ത് പഠിക്കുക. നമുക്കൊരു വീഡിയോയിലൂടെ പറയുന്നതിനും കാണിക്കുന്നതിനും ഒരു പരിധിയുണ്ട് അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. നന്നായിട്ട് നല്ലൊരവസ്ഥയിലേക്ക് പതുക്കെ വരിക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലൂടെ ജോയിൻ ചെയ്ത് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.